To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇക്കോസിസ്റ്റം എന്ന ചാപ്റ്റർ തുടങ്ങി. ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി ഫ്ലോ ആണ്. എനർജി ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനർജി എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നതാണ്. അത് ലിറ്ററൽ മീനിങ് ആണ് അല്ലേ. അപ്പോൾ എനർജി എവിടെ നിന്നാണ് വരുന്നത്? സണ്ണിൽ നിന്ന്. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന എനർജി എല്ലാ ഓർഗാനിസത്തിനും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമേ, നമ്മളെല്ലാം സണ്ണിൽ നിൽക്കുമെങ്കിലും ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമാണ് ഈ സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് കെമിക്കൽ എനർജിയാക്കി മാറ്റാൻ കഴിയുന്നത്. ഇനി ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് ബാക്ടീരിയയ്ക്ക് പറ്റും. അപ്പോൾ ഹൈഡ്രോതെർമൽ വെൻസ് ഉണ്ട്. ഈ ഡീപ് സീയിലൊക്കെ ഹൈഡ്രോതെർമൽ വെൻസ് ഉണ്ട്. അവിടെ മാത്രം കീമോ ഓട്ടോട്രോഫ്സ് ആണുള്ളത്. അവർക്ക് സൺലൈറ്റ് ആവശ്യമില്ല. ബാക്കി ഭൂമിയിലെ സർവ്വജീവജാലങ്ങൾക്കും എനർജി കൊടുക്കുന്നത് ആരാണ്? ഒരേ ഒരു സോഴ്സായ സണ്ണാണ്. പക്ഷേ നമ്മളെല്ലാം സണ്ണിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നമുക്കൊരിക്കലും സണ്ണിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഫ്ലോ വരണം. സണ്ണിൽ നിന്ന് ആര് വഴിയേ ഇത് ഫ്ലോ ചെയ്യുള്ളൂ? പ്ലാന്റ്സ് വഴിയേ നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മൾ എനർജി ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രീൻ പ്ലാന്റ്സിന് സണ്ണിൽ നിന്ന് വരുന്ന എല്ലാ എനർജി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സണ്ണിൽ നിന്ന് വരുന്ന എനർജിയിൽ ഒരു 50% നമ്മുടെ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ എർത്തിനെ വാമാക്കി വെക്കാനായിട്ട് പോകുന്നുണ്ട്. അതിൽ പലതരം റേഡിയേഷൻസ് ഉണ്ട് അല്ലേ. അതിൽ വിസിബിൾ സ്പെക്ട്രം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് മാത്രമാണ് ഫോട്ടോസിന്തസിസിന് ഉതകുന്നത്. അതെന്ന് പറയുന്നത് <50% ഓഫ് ദി സോളാർ റേഡിയേഷൻ ആണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാർ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ഫോട്ടോസിന്തസിസ് നടത്താൻ പര്യാപ്തമായ റേഡിയേഷനെയാണ് നമ്മൾ പാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് <50% ഓഫ് വാട്ട് ഈസ് കമ്മിങ് ഫ്രം ദ സൺ. അതിൻ്റെ 2 മുതൽ 10% മാത്രമേ പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സോളാർ എനർജിയിൽ നിന്റെ 99% ഉപയോഗിക്കപ്പെടുന്നില്ല. 1% മാത്രം. ഇവിടെ ഞാൻ 2 എന്ന് പറയുന്നത് 50% 2 ആണ്. അപ്പം 100 എടുക്കുമ്പോൾ 1 ഉള്ളൂ അല്ലേ. അപ്പോൾ ടോട്ടൽ സണ്ണിൽ നിന്ന് വരുന്നതിൽ 99% മറ്റു രീതിയിൽ പോവുകയാണ്. പ്ലാന്റ്സ് 1% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ 1% നിന്നാണ് നമ്മൾ അടിച്ചു മാറ്റുന്നത് അല്ലേ. അതായത് ഒരു 10% അതേ നമുക്ക് കിട്ടുള്ളൂ. 10% എന്ന് പറഞ്ഞാൽ 1% കൊണ്ട് ഫുഡ് ഉണ്ടാക്കി പ്ലാന്റ് അതിൻ്റെ റെസ്പിറേറ്ററി ലോസ് കഴിഞ്ഞിട്ട് NBP ആയി വെക്കുന്നതിന് നമ്മൾ എടുക്കുന്നു. അതിൽ 90% പ്ലാന്റ് ഉപയോഗിച്ച് കഴിഞ്ഞു. ഒരു 10% നമുക്ക് കിട്ടുന്നുള്ളൂ. അതാണ് നമ്മുടെ എനർജി ഫ്ലോ. ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുഡ് ചെയിൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡ് ചെയിൻ സ്റ്റാർട്ടിങ് വിത്ത് ഗ്രാസ്. ഇതൊരു ഗ്രാസ് ലാൻഡിലെ ഫുഡ് ചെയിൻ ആണ്. ഗ്രാസിനെ കഴിക്കാൻ ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ഗ്രാസ് ഹോപ്പറിനെ കഴിക്കാൻ ഫ്രോഗ് ഉണ്ട്. ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു. സ്നേക്കിനെ ഹോക്ക് കഴിക്കുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സണ്ണിൽ നിന്നുള്ള പാറിന്റെ 1%, പാറിന്റെ 2%, ടോട്ടൽ എനർജിയുടെ 1%മാണ് ആര് ഉപയോഗിക്കുന്നത്? ഗ്രീൻ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഗ്രാസ് പോലുള്ള ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ഇവരാണ് ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ. അപ്പോൾ പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു ഇക്കോസിസ്റ്റത്തിന് നിലനിൽപ്പില്ല. പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇവരെ എത്രയായാലും കുഴപ്പമില്ല, പക്ഷേ പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം നോക്കിയാൽ ആരാണ് മേജർ പ്രൊഡ്യൂസേഴ്സ്? ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സും വലിയ വുഡി പ്ലാന്റ്സും അല്ലെങ്കിൽ ട്രീസ് ആണ്. അതേസമയം അക്വാട്ടിക് നോക്കിയാലോ ഫൈറ്റോപ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ അവിടെയുള്ള ആൽഗി, അതല്ലെങ്കിൽ മറ്റ് വലിയ പ്ലാന്റ്സും അവിടെ ഉണ്ടാവാം. അവരൊക്കെയാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഇനി ഈ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്ന ആനിമൽസ് ആണ് കൺസ്യൂമേഴ്സ്. ഈ കൺസ്യൂമേഴ്സിൽ പല ലെവലുണ്ട്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഹെർബിവോർ ആണ്. ഹെർബിവോർസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ കഴിക്കുന്ന ആനിമൽ, സസ്യബുക്ക് എന്ന് പറയും അല്ലേ. ഈ സസ്യബുക്കുകളാണ് നമ്മൾ ആദ്യത്തെ ലെവലിൽ വരുന്നത്. അവർ നമ്മളെ പ്രൈമറി കൺസ്യൂമർ എന്നാണ് പറയുന്നത്. ഈ പ്രൈമറി കൺസ്യൂമറിനെ കഴിക്കുന്ന മാംസബുക്കായിട്ടുള്ള ആനിമൽസിനെയാണ് നമ്മൾ കാർണിവോർസ് എന്ന് പറയുന്നത്. അത് സെക്കൻഡറി കൺസ്യൂമർ ആണ്. പക്ഷെ അതിലും ആദ്യത്തെ കാർണിവോർ പ്രൈമറി കാർണിവോർ. ഇവിടെ ഫ്രോഗ് പ്രൈമറി കാർണിവോർ ആണ്. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇത് ടെർഷ്യറി കൺസ്യൂമർ ആണെങ്കിലും ഇത് സെക്കൻഡറി കാർണിവോർ ആണ്. ഈ കാർണിവോറിനെ കഴിക്കുന്ന ഇത് തേർഡ് കാർണിവോർ ആണ്. പക്ഷെ അത് ക്വാട്ടർണറി കൺസ്യൂമർ ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഓരോ ലെവലും ഫുഡ് ചെയിനിൽ പറയുന്ന പേരാണ് ട്രോഫിക് ലെവൽ. ഒരു ഫുഡ് ചെയിനിലെ ഒരു ലെവലിനെ പറയുന്ന പേരാണ്. അതായത് ഹെർബിവോറിന്റെ ഒരു ലെവല്, പ്രൊഡ്യൂസറുടെ ഒരു ലെവല്, കാർണിവോസിന്റെ ലെവല്, അങ്ങനെ പ്രൈമറി കാർണിവോർ, സെക്കൻഡറി കാർണിവോർ, ഇങ്ങനെ ഓരോ ലെവലിനെ പറയുന്ന പേരാണ് ട്രോഫിക് ലെവൽ. ഇപ്പോൾ ട്രോഫിക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പീഷീസ് അല്ല. ഇപ്പം ഞാൻ പറയുകയാണ് ഇവിടെ ഗ്രാസ് ഹോപ്പറിന്റെ സ്പീഷീസ് അല്ല, പക്ഷെ അവിടുത്തെ ഒരു ഫങ്ഷണൽ ഒരു ഗ്രൂപ്പാണ് എന്ത് നമ്മുടെ ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ബേർഡ്സ്, ഈ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് തന്നെ കഴിക്കണമെന്നില്ല, ഒരു ബേർഡിന് കഴിക്കാം അല്ലേ. അപ്പോൾ ആ ബേർഡ് എവിടെ വരുന്നു? നമ്മുടെ
പ്രൈമറി കാർണിവോർ അഥവാ സെക്കൻഡറി കൺസ്യൂമർ ലെവലിലാണ് വരുന്നത്. അപ്പോൾ അതൊരു ഫങ്ഷണൽ ലെവലാണ്. ഇതേ ബേർഡ് നേരിട്ട് വന്ന് പ്ലാന്റ് കഴിച്ചാൽ, ഒരു ഫ്രൂട്ടോ ഒരു സീഡോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ആ ബേർഡ് തന്നെ ഏത് ലെവലിലേക്ക് വരും? പ്രൈമറി കൺസ്യൂമർ അഥവാ ഹെർബിവോർ. അപ്പോൾ അവിടെ ബേർഡ് എന്ന സ്പീഷീസ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ആ ഫങ്ഷണൽ എവിടെയാണ് ബേർഡ് ഈ ഏത് ലെവലിലാണുള്ളത് അല്ലേ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഈച്ച് ലെവൽ ഇൻ എ ഇക്കോസിസ്റ്റം ഈസ് കോൾഡ് ട്രോഫിക് ലെവൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ടോട്ടൽ എത്ര എടുത്ത് എണ്ണിയാൽ മതി. ഇവിടെ ആകുമ്പോൾ 1 2 3 4 5 ലെവൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1% ലോ പറഞ്ഞു, 10% ലോ, അതായത് ഓൺലി 10% ആണ് അടുത്ത ഒരു ട്രോഫിക് ലെവലിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെയുള്ളത് യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജിയാണ്. ഇവിടെ നമുക്കറിയാം സണ്ണിൽ നിന്ന് പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നു, വേറെ ആർക്കും ക്യാപ്ചർ ചെയ്യാൻ കഴിവില്ല. പ്ലാന്റ് സൺലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റി ഈ പ്ലാന്റിൽ നിന്ന് പ്ലാന്റ് കഴിക്കുന്നത് കൊണ്ട് അത് ഗ്രാസ് ഹോപ്പറിൽ എത്തുന്നു. ഗ്രാസ് ഹോപ്പറിനെ കഴിച്ചാൽ മാത്രം അത് ഫ്രോഗിലേക്ക് എത്തുന്നു. ഫ്രോഗിനെ കഴിക്കുന്നത് കൊണ്ട് സ്നേക്കിലേക്ക് എത്തുന്നു. സ്നേക്കിനെ കഴിക്കുന്നത് കൊണ്ട് ഹോക്കിലേക്കും എത്തുന്നു. ഒരു ഡയറക്ഷനിലോട്ടേ പോകാൻ പറ്റുള്ളൂ. ഈ ഫ്രോഗിനെ ഒരു സ്നേക്കിനെ കഴിച്ചാൽ അതിനകത്ത് തിരിച്ചു കിട്ടുമോ? ഇല്ല. ഒരിക്കലും ഒരു ഗ്രാസ് ഹോപ്പറിന് ഒരു ഫ്രോഗിനെ കഴിക്കാൻ പറ്റില്ല. ഒരു പ്ലാന്റിന് ഒരു ഗ്രാസ് ഹോപ്പറിനെ കഴിക്കാൻ പറ്റില്ല. ഓർ പ്ലാന്റിൽ നിന്ന് തിരിച്ച് സണ്ണിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ റിവേഴ്സ് ഓർഡർ പോസിബിൾ അല്ല. ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് എനർജിയാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ നമ്പർ നോക്കിയാൽ ട്രോഫിക് ലെവൽസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. എനിക്കൊരു 10 ട്രോഫിക് ലെവലുള്ള ഒരു ഫുഡ് ചെയിൻ എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? എനർജി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടേക്ക് എത്തുന്തോറും എനർജിയുടെ അളവ് വളരെ കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ 1 lakh ജൂൾ എനർജി ഉണ്ടെന്ന് വിചാരിക്കുക പ്ലാന്റിന്. അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10/100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000. എപ്പോഴും ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി, 10,000 കിട്ടും. ഈ 10,000 ഇവിടെ 1000 ആയി, 100 ആയി, 10 ഉള്ളൂ. ഇനി ഒരു ലെവൽ പോയാൽ അത് 1 ആയി, 0.1 ആയി, 0.01 ആയി, അവിടെയൊക്കെ വളരെ വളരെ കുറച്ച് എനർജി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രോഫിക് ലെവൽസിന്റെ എണ്ണം ഒരു ഫുഡ് ചെയിനിൽ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ഓഫ് 10% ലോസ് ഓഫ് എനർജി. ഇനി നമ്പർ ഓഫ് ഓർഗാനിസംസോ, പ്ലാന്റ്സിൽ എപ്പോഴും കൂടുതലായിരിക്കും. അവരുടെ എനർജി കൂടുതലല്ലേ. 10,000 ഉണ്ട്. ഗ്രാസ് ഹോപ്പർ വരുമ്പോൾ ഇവിടെ 1 lakh ഉണ്ട്. ഗ്രാസ് ഹോപ്പറിന്റെ എണ്ണം പ്ലാന്റിനേക്കാളും കുറവായിരിക്കും. ഫ്രോഗിന്റെ എണ്ണം ഗ്രാസ് ഹോപ്പറിനേക്കാളും കുറവായിരിക്കും. സ്നേക്കിന്റെ എണ്ണം ഫ്രോഗിനേക്കാളും കുറവായിരിക്കും. അതല്ലെങ്കിൽ അവയ്ക്ക് ഭക്ഷണം തികയില്ല. കാരണം കുറേ ഫ്രോഗ്സിനെ കഴിച്ചാലേ ഇവർക്ക് ആവശ്യമുള്ള എനർജി കിട്ടുള്ളൂ. അതുപോലെ കുറേ സ്നേക്കിനെ കഴിച്ചാൽ ഹോക്കിനുള്ള എനർജി കിട്ടും. അപ്പോൾ ഹോക്കിന്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണം തികയാതെ വരികയും അവ നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രകൃതിയിൽ താഴേക്കുള്ള ട്രോഫിക് ലെവൽസിന്റെ ആനിമൽസിന്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ എണ്ണം കൂടുതലും ഹയർ ലെവലിൽ കുറവും. നിങ്ങളൊരു ഫോറസ്റ്റ് എടുത്ത് നോക്കൂ, അവിടെ ചെടികളുടെ എണ്ണം ഒത്തിരി ഉണ്ടല്ലേ. അതിനെ കഴിക്കുന്ന റാബിറ്റ്സ് ഒത്തിരി ഉണ്ടാകാം. പക്ഷേ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ലയൺ അല്ലെങ്കിൽ ടൈഗറിന്റെ എണ്ണം എത്രയായിരിക്കും? 1 2 മാക്സിമം 3 കാണുള്ളൂ ഒരു കാട്ടിൽ. അതിൽ കൂടുതലുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവരുടെ എനർജി ലെവൽ കുറവും റിക്വയർമെന്റ് ഹൈയും ആണ്. പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങൾ. ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. 2 ലോസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറാനേ പറ്റുള്ളൂ. ഇവിടെ അതെവിടെയാണ് സംഭവിച്ചത്? ലൈറ്റ് എനർജി എന്തായിട്ട് മാറി? കെമിക്കൽ എനർജി ആയിട്ട് മാറി അല്ലേ. അപ്പോൾ അതാണ് എന്ത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു ഓവർകം ദ എൻട്രോപ്പി. അതായത് നമുക്കറിയാം ഇവിടെ എല്ലാ ഹീറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ദിവസം ഫുഡ് കഴിച്ചു, മതി, എനിക്ക് ജീവിതത്തിൽ ഫുഡേ വേണ്ട, പറ്റുമോ? ഇല്ല. വീണ്ടും 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 കഴിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ്? ലോസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു കോൺസ്റ്റന്റ് സോളാർ ഇൻപുട്ട് പ്ലാന്റിന് വേണം. പ്ലാന്റിന് ഓരോ ആനിമൽസിനും അത് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇത് രണ്ടും ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അവസാനമായിട്ട് ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അൻ ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഒരു സീരീസ് ഓഫ് ഓർഗാനിസംസ് ഓൺ ദ ഇന്റർഡിപെൻഡൻസ് ഓഫ് ദെയർ ന്യൂട്രീഷൻ. അതെ, ന്യൂട്രീഷനെ ബേസ് ചെയ്ത് ഒന്നൊന്നിനെ കഴിച്ചു പോകുമ്പോഴാണ് നമുക്കൊരു ഫുഡ് ചെയിൻ കിട്ടുന്നത്. ഇനി നമ്മുടെ പ്രകൃതിയിൽ യഥാർത്ഥത്തിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ കാര്യമാണ്. ഒരിക്കലും ഒരു ഫുഡ് ചെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഈ ഈ പ്ലാന്റിനെ ഗ്രാസ് ഹോപ്പറിനെ മാത്രമല്ല കഴിക്കാൻ പറ്റുന്നത്, വേറെ ആനിമൽസിനും കഴിക്കാം. അതുപോലെ ഒരു ഫ്രോഗിന് ഗ്രാസ് ഹോപ്പറിനെ മാത്രമല്ല വേറെ എന്തിനേയും വേണമെങ്കിലും കഴിക്കാം. ഒരു സ്നേക്ക് ഫ്രോഗിനെ മാത്രമല്ല അതിന് വേറെയും കഴിക്കാം അല്ലേ. അപ്പോൾ ഒരിക്കലും ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമല്ല, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. യഥാർത്ഥത്തിലുള്ള എന്താണ്? ഫുഡ് വെബ് എന്നാൽ ഒരു ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഫുഡ് ചെയിൻ. അതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഉള്ളത്.
ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും നോക്കുകയാണെങ്കിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട ഫുഡ് ചെയിനിൽ സംഭവിക്കുന്നതാണ്. അതായത് ഒന്നൊന്നിനെ ഈറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫുഡ് ചെയിനാണ് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഈ ആനിമൽസ് മരിച്ചു കഴിയുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഇതിൽ നമ്മൾ ഏറ്റവും ഫൈനലായുള്ള ലൈനിനെ മാത്രമല്ല ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരുന്ന ഹോക്കിനെ മാത്രമല്ല ഉൾപ്പെടുത്തുന്നത്. ഓരോ ലെവലും ഇപ്പോൾ നമ്മൾ ആദ്യം പ്ലാന്റ്സ് എടുക്കുമ്പോൾ എല്ലാ പ്ലാന്റ്സും ആനിമൽസ് കഴിച്ചു കൊള്ളണമെന്നില്ല, ബാക്കിയുള്ള പ്ലാന്റ്സ് നശിച്ചു പോവുകയാണ്, അവിടെയും ഡെട്രിറ്റസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ പ്രൈമറി കൺസ്യൂമർ, അതായത് ഹെർബിവോഴ്സ്, എല്ലാ ഹെർബിവോഴ്സും കാർണിവോർ ഈറ്റ് ചെയ്യുന്നില്ല, അല്ലാതെ നാച്ചുറൽ ഡെത്ത് സംഭവിക്കാം. അപ്പോൾ അവയും എന്തായിട്ട് മാറുകയാണ്? ഡെട്രിറ്റസ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഡെട്രിറ്റസ് ഫുഡ് ചെയിനും ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഡെട്രിറ്റസ് ഫുഡ് ചെയിനും ഗ്രേസിംഗ് ഫുഡ് ചെയിനും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. മെയിനായിട്ട് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഡെട്രിറ്റസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രേസിംഗ് ഫുഡ് ചെയിന് ഗ്രീൻ ലീവ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനർജി ഫ്ലോ കൂടുതലായിട്ടുള്ളത് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലാണ്, എനർജി ഫ്ലോ കുറവാണ് നമ്മുടെ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ. ടെറസ്ട്രിയലും അക്വാട്ടിക് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്നത് ഡെട്രിറ്റസിലൂടെയാണ്, ഗ്രേസിംഗ് കുറവാണ്. അതേസമയം അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനിലാണ് കൂടുതൽ എനർജി ഫ്ലോ നടക്കുന്നത്. നമുക്കിതൊരു വൈരുദ്ധ്യമായിട്ട് തോന്നാം അല്ലേ, അയ്യോ കടലിലാണോ കുറവ്, നമ്മുടെ കരയിലല്ലേ കൂടുതലെന്ന് തോന്നാം. അല്ല, കാരണം എന്ന് വെച്ചാൽ ഈ കഴിക്കുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാം കഴിച്ചു കൊള്ളണമെന്നില്ല, അതിന് മുമ്പ് തന്നെ അതും ചത്തുപോകാം അല്ലേ. അപ്പോൾ അതിൻ്റെ സ്പീഷീസിൻ്റെ നമ്പർ കൂടുതലായതുകൊണ്ട് തന്നെ കുറേ ഡെട്രിറ്റസ് ഫോം ചെയ്യുന്നുണ്ട് നാച്ചുറൽ ഡെത്ത് കാരണം. അപ്പോൾ അവിടെ എല്ലാം ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ തന്നെയാണ് കൂടുതൽ. Hope you understood all the concepts well. If so, like, share and subscribe to my channel Biology My Passion. Thank you for watching.